മതമേലധ്യക്ഷന്മാരെ ഒന്നും അപഹസിക്കേണ്ട കാര്യമില്ല. നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയാം, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അപഹസിക്കാൻ പാടില്ല, അത് മോശം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മതമേലധ്യക്ഷന്മാർ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക്, വക്താക്കൾക്കും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ആ അഭിപ്രായങ്ങൾ പറയാം, അതിന് ആർക്കും വിരോധമില്ല. പക്ഷേ അപഹസിക്കുന്നത് മോശം തന്നെയാണ്. പരാമർശം മാത്രമാണ് അദ്ദേഹം പിൻവലിച്ചത്. അല്ല, അതന്നെ അത് അവർക്ക് ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരഭിപ്രായം പറഞ്ഞത് ഏതായിരുന്നാലും നല്ലതല്ല. ആ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നില്ല. ആ കാര്യം മോശം തന്നെയാണ്. അവർക്ക് ഫീലിംഗ് ഉണ്ടാക്കാൻ പാടില്ല. യോജിക്കാൻ ഇപ്പോൾ നമ്മളൊക്കെ വിയോജിപ്പന്നല്ലേ. ആ കാര്യത്തിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ വിയോജിപ്പുണ്ടല്ലോ. പക്ഷേ അപഹസിക്കാൻ പാടില്ല. ആ സമയത്ത് ബിഷപ്പുമാർക്ക് ആ വിഷയം പറയാമായിരുന്നു എന്നുള്ള തോന്നുന്നുണ്ടോ? മണിക്കൂർ വിഷയം അത്ര അവസരം കിട്ടുമ്പോൾ പിന്നെ അതിനിപ്പോൾ ഞാൻ ആ വിവാദം ഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു. എന്തായാലും BJP ഇങ്ങനെ ഈ ബിഷപ്പുമാരൊക്കെ ക്ഷണിച്ചതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ട് അങ്ങനെ കാണുന്നു? അതും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സജി ചെറിയാൻ തന്നെ തിരുത്തി. കോൺഗ്രസിലേക്ക് ഈ കലാപം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം, അത് മുന്നണിയുടെ ഉൾപ്പെടെ വിജയസാധ്യതയെ ബാധിക്കുന്ന ഒരു കാര്യമില്ലേ? കോൺഗ്രസ് പിന്നെ ആ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊള്ളും എന്ന ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ പരിഹരിച്ചു കൊള്ളും എന്നുള്ളത് തന്നെയാണ് അനുഭവം. അല്പം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പരസ്യമായ ചർച്ചകളും കാര്യമൊക്കെ വരും. പിന്നെ നിങ്ങളത് വല്ലാതെ വലുതാക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒന്നും ബാധിക്കുമെന്ന് കരുതില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ഒഴിവാക്കപ്പെടണ്ടല്ലേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ? ഒരേ വിഷയത്തിൽ പല അഭിപ്രായം എന്നല്ല, അതിനല്ലേ ജനാധിപത്യം. അത് പ്രയോഗിക്കുന്ന രീതിയിൽ പല രീതികളുണ്ട്. കോൺഗ്രസിനകത്ത് പിന്നെ അങ്ങനെ ഒരു ഡിബേറ്റൊക്കെ അതാത് കാലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. അത് അപകടത്തിലേക്കൊന്നും പോകില്ല. അതിനെപ്പറ്റി നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടാതിരിക്കട്ടെ.